എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാം, ലേൺ ഡിജിറ്റൽ അക്കാഡമി. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ് പോസ്റ്റർ ഡിസൈൻ. ഓക്കെ, അപ്പോൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണം. അപ്പോൾ ഞാൻ ഇവിടെ ഓപ്പൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യും. ഓക്കെ, എനിക്ക് ഈ ഒരു ഇമേജ് വേണം ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഉപയോഗിക്കാൻ. അപ്പോൾ ഞാൻ ആദ്യം ഈ ലെയർ അൺലോക്ക് ചെയ്ത് ഞാൻ ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുക്കും. ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞ് എനിക്ക് ഈ മൗണ്ടൻ ആയിട്ടുള്ള ഏരിയ ഞാൻ പ്രോപ്പറായിട്ട് സെലക്ട് ചെയ്യും. ഓക്കെ, ഈ മൗണ്ടൻ ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് എനിക്കൊരു ലെയർ മാസ്ക് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ചെന്ന് ഇവിടെ ലെയർ മാസ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഓക്കെ, ഇവിടെ റിവീൽ സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അത് മാത്രമായിരിക്കും വിസിബിൾ ആകുന്നത്. ഓക്കെ, അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഈ ഇമേജിന് ഹൈറ്റ് കൂട്ടണം. ഹൈറ്റ് കൂട്ടണമെങ്കിൽ എനിക്ക് ക്രോപ്പ് ടൂൾ സെലക്ട് ചെയ്ത് എനിക്ക് നാലിക്ക് ക്ലിക്ക് ഡ്രാഗ് ചെയ്ത് ഓക്കെ എനിക്ക് ഈ ഒരു ഏരിയ സെലക്ട് ചെയ്യണമെങ്കിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് വെച്ച് ഞാൻ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്രയും ഏരിയ കിട്ടി. അടുത്ത് എനിക്ക് ചെയ്യേണ്ടത് ഞാൻ പുതിയൊരു ലെയർ ഉണ്ടാക്കും. ഇതെൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലെയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ലെയറിനകത്ത് എനിക്ക് എന്ത് ബാക്ക്ഗ്രൗണ്ട് കളറാണോ കൊടുക്കേണ്ടത് അത് എനിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഗ്രേഡിയൻറ്റ് ടൂൾ ഉപയോഗിച്ച് ഞാനിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കുറച്ച് കളർ ഓപ്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കളറ് കുറച്ച് ലൈറ്റ് ഷെയ്ഡിൽ കുറച്ച് ബ്ലൂ കളർ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, പ്രസ് ചെയ്തു. ഓക്കെ, അവസാനത്തെ കളർ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ഡാർക്ക് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഡാർക്ക് കളർ സെലക്ട് ചെയ്യണേ, കുറച്ച് ഡാർക്ക് ബ്ലൂ. എനിക്ക് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആദ്യത്തെ ഗ്രേഡിയൻറ്റിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ എനിക്ക് ഇതുപോലത്തെ സ്കൈ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, ഇതുപോലെ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടായിരിക്കും കിട്ടാൻ പോകുന്നത്. ഓക്കെ, അടുത്ത എന്താണെന്ന് വെച്ചാൽ എനിക്കിവിടെ കുറച്ച് ക്യാരക്ടേഴ്സിനാണ്. അതിനു വേണ്ടി ഞാൻ വീണ്ടും കൺട്രോൾ പ്രസ് ചെയ്ത് എനിക്ക് വേണ്ട ക്യാരക്ടേഴ്സ് ഏതാണോ അതെനിക്കിവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഈ ക്യാരക്ടറിനെ എനിക്ക് ഈ ഇമേജിൽ കാണിക്കണം. ഓക്കെ, അപ്പം അതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ആദ്യം എനിക്ക് ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്ത് ഞാൻ ഈ ലെയർ അൺലോക്ക് ചെയ്ത് എനിക്ക് അതിൻ്റെ സെലക്ഷൻ ഏതാണോ അത് ഞാൻ ആദ്യം സെലക്ട് ചെയ്യും. ഓക്കെ, എനിക്ക് വേണ്ട ഏരിയ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ലെയർ ഓപ്ഷനിൽ ചെല്ലാം. ലെയർ മാസ്കിനകത്ത് റിവീൽ സെലക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. ഈ ഇമേജ് ആയിരിക്കും ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഏത് ലെയറാണോ കോപ്പി ചെയ്യുന്നത് ആ ലെയറിനകത്തുള്ള ഇമേജ് സെലക്ട് ചെയ്ത് ഞാൻ മൂവ് ടൂൾ സെലക്ട് ചെയ്ത് ഈ ഇമേജ് ഞാൻ കോപ്പി ചെയ്ത് ഇവിടെ എനിക്ക് വന്നാണ് പേസ്റ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇതിൻ്റെ സൈസും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഈ മാസ്ക് ലെയറിനകത്ത് എനിക്ക് ഇവിടെ കുറച്ച് ഗ്രേഡിയൻറ്റ് കൊണ്ടുവരണം. ഓക്കെ, അതിന് വേണ്ടി ഞാൻ ഈ മാസ്ക് ലെയർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബ്രഷ് ടൂൾ എടുത്ത് എനിക്കൊരു സോഫ്റ്റ് ബ്രഷ് ടൂൾ മതി. അത് സെലക്ട് ചെയ്ത് ഒപ്പേസിറ്റി 100% ഇട്ടിട്ട് ഓക്കെ ഇവിടുന്ന് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അടിഭാഗം ഇതുപോലെയായിട്ട് കാണും. ഓക്കെ, അടിഭാഗത്ത് ഒപ്പേസിറ്റി കുറവായിരിക്കും. ഓക്കെ, ഒരുമാതിരി ഫെയ്ഡിങ് പോലത്തെ എഫക്റ്റ് ആയിരിക്കും ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി വേറൊരു ക്യാരക്ടറും കൂടി ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കൺട്രോൾ സെലക്ട് ചെയ്ത് കൺട്രോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് വേറെ ഏതെങ്കിലും ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ എനിക്ക് അതും ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എനിക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഈ ഇമേജ് ആദ്യം സെൻറ്ററിലാക്കി പ്ലേസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് എനിക്കിവിടെ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. ഇപ്പോൾ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഈ ടൂൾ എടുക്കും. ടൈപ്പ് ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത് എനിക്കിവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ എൻ്റെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ എവറസ്റ്റ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ സൈസ് ഞാൻ കൂട്ടും. ഓക്കെ, ഇതിൻ്റെ സൈസ് കൂട്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ മൂവ് ടൂൾ വെച്ചിട്ട് എനിക്കിത് എവിടെയാണോ വേണ്ടത് അവിടെ എനിക്കിത് പ്ലേസ് ചെയ്യാം. ഓക്കെ,
അത് കഴിഞ്ഞ് എനിക്ക് വേണമെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ ഒരു മൂവിയുടെ പോസ്റ്റർ ആണെങ്കിൽ എനിക്ക് വീണ്ടും ഒരു ടെക്സ്റ്റ് ലെയർ ഉണ്ടാക്കി എനിക്കിവിടെ വേറൊരു ടെക്സ്റ്റ് ലെയർ ഉണ്ടാക്കി release on December 31st. ഓക്കെ, എനിക്കിത് പോലത്തെ ടെക്സ്റ്റ് ആണെങ്കിൽ ആഡ് ചെയ്യണം. ഓക്കെ, കൺട്രോൾ പ്രസ് ചെയ്ത് ഓക്കെ ഞാൻ ഏത് ലെയർ ആണോ ആ ലെയർ എനിക്ക് പ്രസ് ചെയ്ത് മൂവ് ടൂൾ വെച്ചിട്ട് എനിക്കിവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു പോസ്റ്റ് ഡിസൈൻ ഉണ്ടാക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഇനി എലമെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എലമെന്റ്സ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ആദ്യം ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ഇമേജ് ഉണ്ട്. ഓക്കെ, ഈ ഇമേജിനകത്ത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മാസ്ക് ടൂൾ വെച്ച് റിമൂവ് ചെയ്ത് ഞാൻ ഈ ഒരു ഇമേജിന് ഈ ആൾ നിൽക്കുന്ന ഇമേജിനകത്ത് ഞാൻ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് ഒരു ഫീഡിങ് എഫക്റ്റ് കൊടുത്തു. ഓക്കെ, അടിഭാഗത്ത് ഒരു ഫീഡിങ് എഫക്റ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് ടെക്സ്റ്റ് ആഡ് ചെയ്തു. എന്നിട്ട് അടിയിൽ ചെറിയൊരു ടെക്സ്റ്റും കൂടി ആഡ് ചെയ്തു. ഈ അടിയിലുള്ള ടെക്സ്റ്റ് എനിക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനും ഇതുപോലെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റും. ഓക്കെ, എന്നിട്ട് ഞാനത് അടിയിലോട്ട് പ്ലേസ് ചെയ്ത് വയ്ക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു പോസ്റ്റർ ഡിസൈൻ ഉണ്ടാക്കുന്നത്. ഈ ക്ലാസ് ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. നന്ദി.